നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റമുണ്ടാക്കും എന്നാണ് പല വിലയിരുത്തലുകളും പുറത്തു വരുന്നത്. അതായത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന ലക്ഷ്യത്തോടുകൂടി LDF വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. SNDPയെയും NSSനെയും ഒക്കെ ഒരുമിച്ച് നിർത്തി ഒരു സാമുദായിക എഞ്ചിനീയറിംഗ്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി അതുവഴി ഭരണം പിടിച്ചടക്കാം. മാത്രമല്ല ജനപ്രിയമായ ഒരു ബഡ്ജറ്റ്, ജനപ്രിയമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു. പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ മുഖം മിനുക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂന്നാം പിണറായി വിജയൻ സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുറപ്പായും പറയാം. പക്ഷേ ഭരണവിരുദ്ധ വികാരം അത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയുമാണ്. കാരണം എത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIMൻ്റെ ഒരു ഹോൾഡ് അത് പരമ്പരാഗതമായി കേരള രാഷ്ട്രീയത്തിലുള്ളതാണ്. എന്നാൽ ആ ഹോൾഡ് ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് UDFൻ്റെ പ്രതീക്ഷ. പക്ഷേ CPIMനോളം സംഘടനാ ബലമില്ലാത്തതും നേതൃത്വത്തിൻ്റെ ശക്തി കുറവുമൊക്കെ UDFനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് ഇപ്പോഴും വലിയ ഹോപ്പുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിൽ വിശ്വസിച്ച് UDF മുന്നോട്ട് പോവുകയാണ്. UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഘടകകക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലുകൾ അതുപോലെ തന്നെ ആവശ്യം ഉന്നയിക്കലുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുമെന്നും അധികാര കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സീറ്റുകൾ, ജയസാധ്യതയുള്ള നിർണായകമായ സീറ്റുകൾ, മന്ത്രിസ്ഥാനങ്ങൾ, മറ്റ് അധികാര കേന്ദ്രങ്ങളെല്ലാം ലീഗ് പിടിച്ചടക്കും എന്നൊരു പൊതുധാരണ UDFനകത്ത് മറ്റ് ഘടകകക്ഷികൾക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ പ്രതിഫലനം ഇപ്പോൾ ഉണ്ടാവുകയാണ്. അതായത് ചില ഘടകകക്ഷികളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല ഘടകകക്ഷികളുടെയും നിങ്ങളുടെ ഇന്ന സീറ്റുകൾ ഞങ്ങൾ എടുക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും പല സീറ്റുകളും വച്ചുമാറാനുള്ള ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോഴും മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ നൽകാൻ, ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ നൽകാനും സാധ്യതയുണ്ട് എന്ന ധാരണ പൊതുവെ UDFനകത്തുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലേക്ക് ഈ മുസ്ലിം ലീഗ് വരാനിരിക്കുന്നു, അവർ അങ്ങനെയുള്ള ഒരു ആവശ്യം ഉന്നയിക്കും എന്ന ഒരു ധാരണയും എന്ന ഒരു ചർച്ചയും UDFനകത്തുണ്ട്. പക്ഷേ മറ്റ് ഘടകകക്ഷികളുടെ സീറ്റുകൾ പിടിച്ചെടുത്ത് കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ആ ശ്രമം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എതിർത്ത് തോൽപ്പിക്കുകയാണ്. ആദ്യ എതിർ സ്വരം കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഉയർന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റുകളും നൽകുന്നു, മാത്രമല്ല കൂടുതൽ സീറ്റുകൾ നൽകാനുള്ള സാഹചര്യവുമുണ്ട്. എന്നിരിക്കെ ഞങ്ങളുടെ സീറ്റുകൾ, കഴിഞ്ഞ തവണ 10 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അതിൽ നിന്നും 4 സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട്, കോട്ടയം തുടങ്ങിയ 4 പ്രധാനപ്പെട്ട സീറ്റുകൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സൂചനയാണ് വരുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പോയിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജോസഫ് ഗ്രൂപ്പ് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത്. UDF അധികാരത്തിൽ വരണം, അതിന് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ തൊടാതെ വയ്ക്കുകയും മറ്റ് ഘടകകക്ഷികളെ ദുർബലമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അത് അംഗീകരിക്കാനാവില്ല. 4 സീറ്റ് നിങ്ങൾ എടുത്തുകൊള്ളണമെങ്കിൽ എടുത്തുകൊള്ളുക, പക്ഷേ അതിന് പകരമായി പല സീറ്റുകൾ വേണം. ഞങ്ങൾ പറയുന്ന വിജയസാധ്യതയുള്ള പല സീറ്റുകൾ വച്ചുമാറുന്നതിൽ പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ കുറയാതെ ഞങ്ങൾക്ക് ഇത്തവണയും ലഭിക്കണം എന്നാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വെറുതെ ഒരു ആവശ്യമല്ല, കർശനമായി തന്നെ ജോസഫ് ഗ്രൂപ്പ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ആവശ്യം നടന്നില്ല എങ്കിൽ മുന്നണി വിടുന്നത് പോലും ആലോചിക്കും എന്നാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മുന്നണി വിടുന്നത് ആലോചിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് LDFിലേക്കല്ല എന്നുറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പ് NDAയിലെത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ചോദ്യം. കാരണം NDA ഇപ്പോൾ വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BDJS ശക്തമായ ഒരു ഘടകകക്ഷിയായി NDAയ്ക്കൊപ്പം തന്നെയുണ്ട്. മാത്രമല്ല 2020 എന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി കൂടി ഇപ്പോൾ NDAയിലേക്ക് വരുന്നുണ്ട്. ഈ എറണാകുളം പോലെയുള്ള മേഖലകളിൽ 2020ക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. മാത്രമല്ല ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ 2020ക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ 2020 കൂടി NDAയ്ക്കൊപ്പം വരുമ്പോൾ NDA കൂടുതൽ ശക്തമാവുകയാണ്.
JSS NDAയുടെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഭാഗത്ത് ഒരിക്കലും നിൽക്കാത്ത പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമെല്ലാം BJPയോടൊപ്പം പോരുന്ന ഒരു സാഹചര്യമുണ്ട്. റജി ലൂക്കോസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആശയ പ്രചാരകനായിരുന്ന റജി ലൂക്കോസ് എന്ന ഇടത് സൈദ്ധാന്തികൻ, ഇടത് സഹയാത്രികൻ BJPക്കൊപ്പം പോന്നു. ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് BJPയും NDAയും. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ ഐക്യമുന്നണിയിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അവഗണനകൾ നേരിട്ടാൽ NDAയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. എന്തായാലും അവർ ഉറപ്പിച്ച് പറയുകയാണ്, മുസ്ലിം ലീഗിനെ അങ്ങനെ കയറൂരി വിടാൻ കഴിയില്ല. മുസ്ലിം ലീഗിനെ തൊടാതെ മറ്റ് ഘടകകക്ഷികളെ ദുർബലമാക്കാനുള്ള പ്രവർത്തനം അതൊരിക്കലും അനുവദിക്കില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയ 10 സീറ്റും കിട്ടിയേ തീരൂ എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. അത് അനുവദിച്ചില്ല എങ്കിൽ മുന്നണി വിടുന്നത് പോലും ആലോചിക്കും എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭീഷണി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.